ഹായ് എവരി വൺ, വെൽക്കം ടു ഫൈം സ്റ്റോക്ക്. നമ്മുടെ മെയ് മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ദിവസങ്ങളായി. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മെയ് മന്തിൻ്റെ പ്ലാനിങ് വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഞാൻ മെയ് മന്തിൻ്റെ പ്ലാനിങ് ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. കാരണം നമ്മൾ മന്തുകൾ ഇങ്ങനെ കഴിഞ്ഞു പോകുകയാണല്ലോ. മെയ് എന്നുള്ളത് 5ാമത്തെ മാസമാണ്. നെക്സ്റ്റ് ഒരു മന്തും കൂടെ ആയാൽ നമ്മുടെ 6ാമത്തെ മന്തിലേക്ക് നമ്മൾ കടന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വർഷത്തിൻ്റെ പകുതിയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. നമ്മൾ ജനുവരി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പല ഗോൾസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈഫിൽ. അപ്പോൾ ഇതുവരെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നേടാൻ കഴിഞ്ഞു, എന്തൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തു, എന്തിനൊക്കെ നമ്മൾ ബാക്കൗട്ട് എടുത്ത് എന്നൊക്കെ അനലൈസ് ചെയ്യാനുണ്ടെന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ അത്. നമ്മൾ ഒട്ടും ഇനിയും വൈകിച്ചുകൂടാ. നമ്മുടെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ മാസം അല്ലെങ്കിൽ ഈ വർഷം കഴിഞ്ഞു പോയിട്ട് അയ്യോ തീർന്നു പോയേ എന്നുള്ള വിലപിക്കുന്നതിന് പകരം നമ്മളിപ്പോഴേ നിരന്തരം പരിശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് മെയ് മന്തിൻ്റെ പ്ലാനിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടുന്നത് ഡ്രീംസ് ഫോർ മെയ്. നമുക്ക് മെയ്യിൽ എന്തൊക്കെയാണ് ഡ്രീംസ് ആയിട്ടുള്ളത് എന്ന്. നെക്സ്റ്റ് വൺ, റിമൈൻഡർ ഫോർ മൈ സെൽഫ്. അതായത് മെയ്യിൽ നമ്മൾ എന്ത് റിമൈൻഡറാണ് നമുക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. നെക്സ്റ്റ് വണ്, ഗോൾ ഫോർ മെയ്. നമ്മൾ ഈ മെയ് മാസത്തിൽ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 3 ഗോൾസ് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ സ്കിൽസ് ടു ഡെവലപ്പിംഗ് മെയ്. നമ്മുടെ മെയ്യിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്കില്ല് അതെന്താണെന്ന് വെച്ചാൽ, ഒരു സ്കില്ലിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ താല്പര്യം എന്ന് വെച്ചാൽ അത് മാത്രം നമുക്ക് ഈ മെയ്യിൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ആ സ്കില്ല് നമുക്കതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. ആ ഒരു സ്കില്ല് നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് ഇമ്പ്രൂവ് ആകാനാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നിസ്കാരത്തിൽ ചെല്ലേണ്ടുന്ന ദുആകളുടെ അർത്ഥം പഠിക്കാനാണോ ഉദ്ദേശിക്കുന്നത്, എന്തൊരു കാര്യമാണോ നിങ്ങൾ മെയിൽ ഡെവലപ്പായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം നമുക്കവിടെ കൊടുക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ, അഫർമേഷൻ ഫോർ മെയ്. നമ്മളെ മെയ്യിൽ നമ്മൾ എന്ത് അഫർമേഷൻ, അതായത് നമുക്ക് എപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ, ആ ഒരു കാര്യം നമുക്ക് അഫർമേഷനായിട്ട് അവിടെ കൊടുക്കാം. ഫോർ എക്സാമ്പിളായിട്ട്, ഐ ആം അലൈൻഡ് വിത്ത് മൈ പർപ്പസ് ആൻഡ് ഐ ട്രസ്റ്റ് ടൈമിംഗ് ഓഫ് മൈ ലൈഫ്. അങ്ങനെ എന്തെങ്കിലും ഒരു അഫർമേഷൻ നമുക്ക് അവിടെ കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു വേർഡ്സിൽ അഫർമേഷൻ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളവിടെ നമ്മുടെ അഫർമേഷൻ എഴുതി കൊടുക്കുക. പിന്നെ വേർഡ്സ് ഫോർ മെയ്, അതായത് നമ്മളെപ്പോഴും മോട്ടീവ് ചെയ്യാൻ ഉപകരിക്കുന്നൊരു വേർഡ് അത് നമ്മൾ ആ മെയ് മാസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ട് അവിടെ എഴുതുക. അപ്പോൾ എന്താണ് നമ്മളെപ്പോഴും മോട്ടീവാക്കുന്നൊരു വേർഡ്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങൾ എന്ത് കാര്യമാണ് ചിന്തിക്കുമ്പോൾ, എന്ത് വേർഡ് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ മോട്ടീവാകുന്നത്? റൈസ് എന്നോ, ഫോക്കസ്, അതുപോലെ ഗ്രോ, ക്ലാരിറ്റി, അങ്ങനെ എന്ത് കാര്യവും നിങ്ങൾക്ക് അവിടെ മോട്ടിവേഷൻ വേർഡ്സായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പ്രെയർ ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കാം. നമ്മൾ എന്ത് കാര്യമാണ് പ്രാർത്ഥിച്ചിട്ട് ഈ മാസം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒരു 3 കാര്യങ്ങളെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രെയർ ബക്കറ്റ് ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. അതുപോലെ ഡ്രീം ലൈഫ് സ്ക്രിപ്റ്റിങ്. നമ്മൾ എന്താണ് നമ്മുടെ ഡ്രീമായിട്ടുള്ളത് അത് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഉണ്ടാവുമല്ലോ, ആ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുക. ആ ഒരു കാര്യം നമ്മൾ ഈ മാസത്തിൽ എഴുതി വെക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകില്ല, ആ ജീവിതം നമ്മൾ എഴുതുക. അതാണ് ഡ്രീം ലൈഫ് സ്ക്രിപ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് നിങ്ങൾ മെയ് പ്ലാനിങ് ഉണ്ടാക്കുക. പ്ലാനിങ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഓരോ ആഴ്ചയുടെ അവസാനത്തിലും നമ്മൾ അതൊന്ന് വിലയിരുത്തണം. അടുത്ത ആഴ്ചയിലേക്ക് വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ പ്ലാനിങ്ങൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ നിരന്തരം ഇങ്ങനെ ഡൗൺ ആയി പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ പ്ലാനിങ് ചെയ്തിട്ട് വീണ്ടും പ്ലാനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടെ അടുത്ത് വരാനും നമുക്ക് കിട്ടുന്ന എന്താ പറയുക ചടപ്പുണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ ഡൗൺ ആയി പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല, ആ അവസ്ഥയിൽ നിന്നൊന്ന് റൈസായിട്ട് വീണ്ടും നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് വരാനൊക്കെ നമ്മൾ നിരന്തരം നമ്മുടെ പ്ലാനിങ് പുതുക്കുകയും അതൊന്ന് അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴിയും കേട്ടോ. നമ്മൾ ജസ്റ്റ് പ്ലാനിങ് തയ്യാറാക്കിയിട്ട് അത് അവിടെ ഉപേക്ഷിക്കരുത് എന്നും, നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വായിക്കുക, അതിൽ എഴുതി ചേർക്കാനുള്ള കാര്യങ്ങൾ എഴുതി ചേർക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് നമ്മൾ നിരന്തരം അനലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ദിവസത്തിനും വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പ്ലാനിങ് തയ്യാറാക്കുക. നമ്മൾ രാവിലെ എണീറ്റ്
എണീറ്റ ശേഷം സുബൈ നിസ്കാരം നമ്മുടെ കാര്യങ്ങൾ പ്രാർത്ഥന അത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇരുന്നിട്ട് ആ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ടു ഡു ലിസ്റ്റ് കൂടി നമ്മൾ തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ മാസത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ കാര്യങ്ങൾ കൂടി സമയം കണ്ടെത്തിയിട്ടുള്ള പ്ലാനിങ് ആകണം. അതായത് ടു ഡു ലിസ്റ്റ് ആകണം നമ്മൾ ഓരോ ദിവസത്തിനും വേണ്ടിയിട്ട് തയ്യാറാക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ പ്ലാനിങ് ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള സംഭവങ്ങൾക്കും വ്യക്തിത്വ വികസനത്തിനൊക്കെ ആസ്പദമായിട്ടുള്ള കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സ്കിൻ കെയർ നമ്മുടെ പ്ലാനിങ്ങിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അതുപോലെ നമുക്ക് എന്ത് കാര്യമാണോ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലൊരു 3 കാര്യം സെലക്ട് ചെയ്തിട്ട് അതുകൂടി നമ്മുടെ പ്ലാനിങ്ങിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുക. അക്കാര്യം നമുക്ക് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് കൊടുത്തിട്ട്, അതായത് ഇപ്പോൾ ബുക്ക് ടു റീഡ്, നമ്മൾ എന്തെങ്കിലും ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ 3 ബുക്കുകളെ പേര് അവിടെ എഴുതി വെക്കുക. പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കാര്യം, അതിനെ കുറിച്ചിട്ട് അവിടെ എഴുതി വെക്കുക. അതുപോലെ നമ്മുടെ ഹെൽത്ത്, ഫിറ്റ്നസ്, സ്കിൻ കെയർ, മെൻ്റൽ ഹെൽത്ത് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു പേജ് കൊടുത്തിട്ട് അതിൽ നമുക്ക് എഴുതിയേക്കാം. ചുരുങ്ങിയതൊരു 3 കാര്യം എഴുതിയാൽ മതി, കൂടുതൽ കാര്യങ്ങൾ എഴുതണ്ട. നിങ്ങൾക്ക് ഒരു കാര്യമാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക, ആ കാര്യം മാത്രം എഴുതിയേക്കുക. കൂടുതൽ കാര്യം എഴുതി വെച്ചിട്ട് അതിലൊന്നും ചെയ്യാതെ നമ്മൾ റിഗ്രറ്റ് അടിക്കുന്ന ഒരവസ്ഥ ലൈഫിൽ ഉണ്ടാകരുത്. അതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഹാബിറ്റുകളൊക്കെ നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ എല്ലാ ദിവസവും നമ്മളിപ്പോൾ സമ്മറിലാണല്ലോ ഉള്ളത്, 2 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുക, അക്കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലാനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ മോർണിംഗിൽ ഞാൻ ഇത്ര സമയത്ത് വാക്ക് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് സമയം എക്സസൈസ് ചെയ്യും, കുറച്ച് സമയം രാവിലെ ഇത്ര മിനിറ്റ് വായിക്കും, അതുപോലെ ഇത്ര സമയം ഖുർആൻ ഓതും, ഇത്ര സമയത്ത് ദിക്ർ ടൈമായിട്ട് യൂസ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പ്ലാനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഓരോ മാസവും നമ്മുടെ പ്ലാനിങ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. കാരണം ഫസ്റ്റ് സമയത്ത് തന്നെ നമ്മളെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് ചിലപ്പം കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ നമുക്ക് പതിയെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പ്ലാനിങ്ങുമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു ഫോർ വാച്ചിങ്.